പിന്നെ ഇവർക്ക് വലിയ രോഷം ഈ മന്തിക്കുമായി ബന്ധപ്പെട്ടതാണ്. ഉം. ഇവരെ ബഹളം കണ്ടാൽ തോന്നും ഇവരെ ഈ ബഹളം ഉണ്ടാക്കുന്ന മൂല്യന്മാരൊക്കെ ഭയങ്കര മന്തിക്ക് തിരിഞ്ഞവരാണ്. ഈ മന്തിക്കിൻ്റെ പഠനം എന്ന് പറഞ്ഞാൽ നമ്മളതിൽ പറഞ്ഞ ആശയം പൊന്നാനി മഖ്ദൂം തങ്ങൾ അതിക്കേ പറഞ്ഞ വിഷയമാണ്. ലാ തഖ്തരിർ ബി വുഖൂഇ അഹ്ലി സമാനിന ഫീ മന്തിക്കിൻ സുമ്മൽ കലാമി തവ്വൂല. എല്ലാവർക്കും കാണാപ്പാടുള്ള വൈത്താണൊക്കെ. കാരണം മുമ്പ് മദ്രസയിലൊക്കെ നമ്മൾ ചൊല്ലി പഠിക്കുന്നുണ്ടല്ലോ. നമ്മളൊക്കെ മദ്രസ പഠിക്കുമ്പോൾ 6ാം ക്ലാസ്സിൽ അതിക്കുണ്ടല്ലോ. അപ്പോൾ അതിലും ലാ തഖ്തരിർ ബി വുഖൂഇ അഹ്ലി സമാനിന ഫീ മന്തിക്കിൻ. മോനെ, നമ്മളീ കാലത്തുള്ള ആൾക്കാർ ഈ മന്തിക്കിൽ കൂടുതൽ ഇങ്ങനെ കെട്ടിമറിയുന്നുണ്ട്. അതിൽ വഞ്ചിതനാകണ്ട. വൽ കലാമിയാണ് ഇൽമുൽ കലാം. അള്ളായിട്ട് ബന്ധപ്പെട്ട വിശ്വാസ കാര്യങ്ങൾ ചർച്ച കൂട്ടി ഉള്ളാക്കി ഇതും കൂടി നഷ്ടപ്പെടുന്ന പോലെ തവൂലാൻ. അതിൽ പരിധി വിട്ട ചർച്ചകൾ അതിക്ക് പോകണ്ടാന്ന്. ഇത് നമ്മൾ പുതിയതായിട്ട് പറഞ്ഞല്ല. അതിക്കയിൽ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പഠിപ്പിച്ച വിഷയമാണിത്. ഇത് നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യം കണ്ടപ്പോൾ നമ്മളൊന്ന് വ്യക്തമായി എടുത്തു പറഞ്ഞു. ഇപ്പം നമ്മളെ കോളേജുകളും ദർസുകളിലൊക്കെ പോയി നോക്കിയാൽ കൂടുതലും ഇത്തരം ഫന്നുകളാണ് ഇപ്പോൾ പഠനത്തിന് പോകുന്നത്. ഖുർആനും ഹദീസും ഫിഖും ഇത് 2ാം റൗണ്ടായി. മന്തിക്കിൻ്റെ പഠനം അത് പിന്നെ അത്തരം വിഷയങ്ങൾക്കാണ് കൂടുതൽ പറയാം. അതിനൊരു രസം എന്താ അറിയോ? ഇപ്പം കുറേ കുട്ടികളൊക്കെ ഉള്ള ദർസിൽ ഒരു 60 കുട്ടികൾ 50 കുട്ടികളൊക്കെ ഉള്ള ദർസിൽ 1ാം മുദരിസും 2ാം മുദരിസും ഒക്കെ പറയും. 1ാം മുദരിസ് മെയിൻ മുദരിസ് തന്നെ. 2ാം മുദരിസ് ചിലപ്പം ചില ഉസ്താദന്മാർ വേറുണ്ടാവും, അല്ലെങ്കിൽ അവിടുത്തെ സീനിയർ വിദ്യാർത്ഥി ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അവിടെ ചെന്നാൽ ആരാ മിഷ്കാത്ത് പോയി തന്നെ മിഷ്കാത്ത് 2ാം മുദരിസ്, പിന്നെ ഫത്തുൽമീൻ അതും 2ാം മുദരിസ്. അപ്പോൾ 1ാം ഉസ്താദിൻ്റെ അടുത്ത് മുല്ല ഹസന്, പിന്നെ മൈബദി, പിന്നെ സറൗത്ത് ദ്വീപ്. ഈ ജാതി ഏടാകൂടാണ് ഇപ്പോൾ മെയിൻ മൂല്യം ദർശനത്തിന്. ഇങ്ങനത്തെ അവസ്ഥകൾ. പിന്നെ തസൗഫിൻ്റെ കിതാബ് ഇഹ്യ ഇതുപോലത്തെ ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ ബാക്കിയുള്ള സമയമൊക്കെ ഇങ്ങനെ ഇതൊരു കഞ്ചാവായ മാതിരിയാണ്. ഇത് നാശാണ് എന്ന് നമ്മളെ ഇമാമികൾ പഠിപ്പിച്ചതാണ്. ഇതാണ് നമ്മൾ അന്നും പറഞ്ഞ് എന്നും പറയണത്. അല്ലാതെ മന്തിക്ക് തീരെ പഠിപ്പിക്കണമെന്ന് ഇപ്പം നമ്മളാരും പറഞ്ഞിട്ടില്ല. മാലാ ബുദ്ധയായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ടൈം ഔട്ടാക്കണ്ടാന്ന് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അതിനും കെട്ട് ബഹളം വെച്ചു. അപ്പോൾ നമ്മളതിൻ്റെ കാര്യങ്ങൾ ശരിക്കും ബോധ്യപ്പെടുത്തി. മന്തിക്ക് എന്ന് പറഞ്ഞാൽ വലിയ മഹത്തരമായ സംഭവങ്ങളാണോ അല്ലേ എന്ന്. ഇപ്പോൾ നമ്മളെ പിന്നെ ഈ കേരളത്തിലൊക്കെ ഈ പിന്നെ മന്തിക്കിൻ്റെ ഒരു ജ്വരം കടന്നു വരുന്നത് അത് മഖ്ദൂമിയങ്ങളെ സിലബസിൽ ഇതിലില്ല. പൊന്നാനി ദർസിലൊന്നും മന്തിക്ക് ദർസില്ലാന്നാ ഇല്ലായിരുന്നു. അപ്പോൾ പൊന്നാനി മുദരിസായിരുന്ന ഒരാളാണ് സമസ്ത വിഭാഗ മുഷാവറായ ആതിർശ്ശേരി ഹംസകുട്ടി മുസ്ലിയാർ. മൂപ്പരൊന്നും ഉണ്ട്. മൂപ്പരിനോടൊരിക്കൽ പറയേ, മൂപ്പര് പൊന്നാനി ദർസ് എടുത്തുന്ന സമയത്താണ് ഈ മന്തിക്കിൻ്റെ കാര്യങ്ങൾ അവിടെ കടന്നു വരുന്നത്. മൂപ്പരാണ് മന്തിക്കിൻ്റെ ദർസ് എടുത്ത് തുടങ്ങുന്നത്. ആ മൂപ്പര് പറയാം, അന്നൊക്കെ ഈ പൊന്നാനിത്തെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പൊന്നാനിയിൽ ചെറുപ്പത്തിൽ 10-15 വയസ്സിൽ പൊന്നാനി പള്ളിയിലെത്തി. അവിടെ കിതാബ് ഓതി നല്ല പഠിക്കണ ഒരുപാട് ആൾക്കാർ തന്നെ. പിന്നെ ഓല് കല്യാണം കഴിക്കണമൊന്നുമില്ല. ഓല് ആ പള്ളിയിൽ തന്നെ ഇബാദത്തും ഇനി അവിടെ ഓതാൻ വരുന്ന ആൾക്കാർക്ക് ഓതി കൊടുത്തുകൊണ്ടും അങ്ങനെ കഴിയുന്ന ആൾക്കാർ, അങ്ങനെ പല ആൾക്കാരൊക്കെ ഉള്ളൊരു സമയം കൂടിയാണ്. അപ്പം അന്ന് 10-20 കൊല്ലൊക്കെ ആയിട്ട് പൊന്നാനി പള്ളിയിലുള്ള ചില ആളുകൾ മൂപ്പര പുതിയ മുദരിസുമാർ വരുമ്പോൾ ദർസിലുണ്ടാവും. അപ്പോൾ അവർ പറഞ്ഞുതരും, ഉസ്താദ് ഈ സംഭവം ഈ സാധനം ഇവിടെ ദർസിൽ കടത്തിക്കൊണ്ടെന്ന് ഇപ്പം കാണും കേട്ടോ. ഹംസകുട്ടിയിലോട് പറയണേ, ഈ മന്തിക്കിൻ്റെ ഈ ഏടാകൂടപ്പം ഈ പൊന്നാനി ഇത് ഇവിടെ അവർക്കൊരു വല്ലാത്തൊരു അരോചക ഒരു അതൃപ്തിയും നമ്മളെ മുന്നത്തെ ഉസ്താമാരൊന്നും ഇവിടെ നടത്തിയിട്ടില്ല കേട്ടോ, പുതിയൊരു ഫണ്ട് നിങ്ങളാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കിയത് എന്ന് മൂപ്പരോട് ഒരു പ്രതിഷേധമായിട്ട് ഒരു പറയാണ്. അതിന് മുന്നെല്ലാം ഉണ്ടാവില്ല, കാരണം മഖ്ദൂമിയങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പിന്നെ നമ്മൾ കേരളത്തിൽ അതിൻ്റെ ഒരു വ്യാപനം വരുന്നത് ചാലകത്ത് കുഞ്ഞാമദാജി മൂപ്പര വരവോടെയാണ്. മൂപ്പര് വാഴക്കാട് ദർസെടുത്തി ദാറുൽ. അതിൽ മൂപ്പര് പാരമ്പര്യമായിട്ടുള്ള സിലബസ് എന്നൊക്കെ ഒരു പുതിയ മാറ്റങ്ങൾ നമ്മളെ പാരമ്പര്യവും നമ്മളെ സംസ്കാരവും നമ്മളെ വിഷയങ്ങളും നമ്മളെ ആദർശമൊക്കെ ഒതുങ്ങുന്നതാണെങ്കിൽ ആ പുതുമയൊക്കെ സ്വീകാര്യമാണ്, അത് സ്വീകരിക്കും വേണം. പക്ഷെ നമ്മളെ ആദർശത്തിനും ദീനിനും കോട്ടം തട്ടുന്നത് വന്നാൽ അപകടമാണ്. മൂപ്പര് ഈ മന്തിക്കും ഇങ്ങനത്തെ ഈ ഇതിൻ്റെ ഏടാകൂടങ്ങളൊക്കെ സജീവമായിട്ട് ദർസിൽ കൊണ്ടുവന്നു. ഈ ചാലകത്ത് കുഞ്ഞാമദാജി ദർസെടുത്തിയ വാഴക്കാട് അതേമാതിരി മണ്ണാർക്കാട് വേറെ സ്ഥലമുണ്ട്. അവിടെയൊക്കെ മക്തബയിൽ ഖുത്ബാനെ പോയാൽ നമ്മൾ ഓരോ സമയത്ത് പോയി നോക്കി കൂടുതലും ഇങ്ങനത്തെ ഫന്ന മൂപ്പര കിതാബിലുള്ള പിന്നെ മക്തബയുടെ കിതാബുകൾ ഏത് മന്തിക്കും അതേമാതിരി ഇങ്ങനത്തെ ഈ മൈബദി ഇങ്ങനത്തെ ഫൽസഫൻ്റെ ഇതെല്ലാം കൂടി തസൂഫിൻ്റെ കിതാബും നന്നേ കുറവ്. പൊന്നാനിയിൽ ആദ്യകാലത്ത് അവിടെ മൗക്കൂഫായ മക്തബയിലുള്ള കിതാബുകൾ മന്തിക്കിൻ്റെ കിതാബ് കാണാൻ തന്നെ കഴിയില്ല.
ഏത് ഇവരീ കൊണ്ടിരിക്കണ ഈറ്റാരൂർ മന്തിക്കും ശരി. മാറ്റം ഭയങ്കര. അതിൻ്റെ ശേഷമാണ് നമ്മുടെ നാട്ടിൽ നാശം ഉണ്ടായത്. ചല്ലകത്തിന്റെ ശിഷ്യന്മാരെ മുതേനാണല്ലോ കേരളത്തിൽ വഹാബിസ് ഉണ്ടായത്. അതെങ്ങനെ? മൂപ്പര് ശിഷ്യന്മാരാണ് കെ എം മൗലവി. ഇവിടെ ഈ ഫസാദിന്റെ ആണേലൊക്കെ തുടക്കം മൂപ്പര ദർശന ശിഷ്യന്മാരാണ്. ബല കണ്ടില്ലേ, ഒരു വലിയ ബല അവിടെ വന്നല്ലോ. അപ്പം നമ്മളിപ്പോൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, ഇതിന് ബഹളം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു ഇതിന് നിങ്ങൾ വല്ലാതെ കെട്ടിമറിഞ്ഞ് കൂടണ്ട, മുൻകാല ഇമാമിങ്ങളെ സമീപനമൊക്കെ ഇതിൽ വലിയ പ്രശ്നമുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞതാണ് മന്ദിക്കിന്റെ കിതാബ് നമ്മൾ ഈ അറബിയിൽ ഇങ്ങനെ കിതാബ് എന്ന് പറയാണ്, മന്ദിക്കിന്റെ ടെക്സ്റ്റ് ബുക്ക് അത്രേ ഉള്ളൂ. മന്ദിക്കിന്റെ ടെക്സ്റ്റ്, അതിന്റെ പേജ്, അതിൽ അള്ളി റസൂലൊന്നല്ലല്ലോ പേര് ചർച്ചകൾ, എന്തൊക്കെയോ ചർച്ചകളാണ് അതിൽ ഉണ്ടാകുക. അപ്പം ആ ചർച്ച ചെയ്യണ ആ കിതാബ് പേജ് നമ്മളെ സ്കൂളത്തെ ചില പുസ്തകങ്ങളുമാതിരി, അല്ലെങ്കിൽ നമ്മളെ കുട്ടികളെ മുമ്പൊക്കെ വായിക്കണേ ഈ കുരുന്ന് കുസുമം സമസ്തക്ക് ഇറക്കണം തന്നെ. എന്താ അതുകൊണ്ടൊരു കാര്യമല്ലേ? കാര്യമില്ലാത്ത ബന്ധമുണ്ടോ? കാര്യം ഏതുകൊണ്ട് എന്തെങ്കിലും ഒരു ഫായിദത്തുമ്മ ഉണ്ടാവും, അതുകൊണ്ടുണ്ട്. പക്ഷെ അതിന് വലിയ ഹുർമത്ത് നമ്മൾ പറയലുണ്ടോ? അപ്പം അതുകൊണ്ട് തന്നെ അതിന് വലിയ ഹുർമത്തില്ല, അത് ഇസ്തിഞ്ചാവ് പറ്റും എന്ന് ഇമാമിങ്ങൾ പറഞ്ഞതാണ്. അപ്പം മനോഹരം ചെയ്യണം, അവിടെ മുഹ്തറമായ സാധനം കൊണ്ട് മനോഹരം ചെയ്യരുത്. ഇപ്പം നമ്മൾ കല്ലുകൊണ്ട് മനോഹരം ചെയ്യുമ്പോൾ മുഹ്തറമായിട്ടുള്ള വസ്തുക്കളാകരുത്. ഒരു കല്ല് മാത്രമല്ല, ജാമിദായ വസ്തു മതിയല്ലോ, ത്വാഹിറായ. പക്ഷെ മുഹ്തറമായിട്ടുള്ള അവിടെ കിതാബിന്റെ പേജ് കൊണ്ടൊന്നും പാടില്ല. അറബി അക്ഷരം എന്നുള്ള ആൾക്കല്ല, അറബി അക്ഷരം എന്ന് പറഞ്ഞാൽ പലതിനും ഉപയോഗിക്കുമല്ലോ. കിതാബിന്റെ ഒപ്പം ഒരു ഫിഖിന്റെ കിതാബിന്റെ പേജ് ഇതൊന്നും എടുത്തിട്ട് ജാമിദായ വസ്തുവാണ്, അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. അവിടെ ഇവർ പറയും ഔറാഖുൽ മന്ദിക്ക് പറ്റും, മന്ദിക്കിന്റെ പേജ് ഇസ്തിഞ്ചാരി പറ്റും ഇമാമിങ്ങൾ പറയുന്നുണ്ട്. അതാണ് ഇപ്പൊ ഇവര് ബഹളം ഉണ്ടാക്കി. ഇത് ഇമാമിങ്ങൾ പറഞ്ഞ ചർച്ചയാണ്, ഇത് ഇവർക്ക് സഹിക്കണില്ല. അതിന് ഇവര് പറയും അത് ഫൽസഫ കലർന്ന മന്ദിക്കാണ്. ഫൽസഫ കലർന്ന മന്ദിക്ക് ഫൽസഫയ്യാക്കളുടെ പല തത്വങ്ങളും ഇസ്ലാമിന് നിരക്കാത്തതാണ്. അതുള്ള മന്ദിക്കിനെയാണ് വിമർശിച്ചത്, അതില്ലാത്തതാണെങ്കിൽ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോഴും ഇവര് ദർശനത്തിന് ഈ ഫൽസഫ കലർന്ന മന്ദിക്കാണ്. ഉദാഹരണമായിട്ട് നോക്കിയോളി, ഇമാം സുയൂത്തി തങ്ങളോട് ഈ ചോദ്യമുണ്ട്. ഇമാം സുയൂത്തി തങ്ങളെ കിതാബനുണ്ട് ഇതിൽ, ഏത് അൽ മഷ്രിഖ് ഫി തഹരീമിൽ ഇഷ്തിഗാലി ബിൽ മന്ദിഖ്. സുയൂത്തി ഇമാമിനോട് ചോദ്യമാണ് ഈ മന്ദിക്കിനെ കുറിച്ച്. അതിനെക്കുറിച്ച് മൂപ്പര് മറുപടി, ഫന്നുൽ മന്ദിഖി ഫന്നുൻ ഹബീസുൻ മദ്മൂമുൻ, മദ്മൂമായിട്ടുള്ള ഫന്നാണ്. യഹ്റുമുൽ ഇഷ്തിഗാലു ബിഹി, ഹറാമാണ്. നമ്മളിപ്പോൾ കള്ളുടി ഹറാമെന്ന് മൂല്യന്മാർ പറഞ്ഞില്ലേ, മക്കളെ ഹറാമാണ് കേട്ടോ എന്ന്, ഹറാമാണ് കേട്ടെ. മബിനിയുൻ ബാഗു മാഫിഹി അലൽ ഖൗലി ബിൽ ഹയൂല, അതിലുള്ള ചില ചർച്ചകളൊക്കെ ഹയൂലമ്മൽ എടുത്തിട്ടുള്ള ചർച്ചകളാണ്. ഹയൂല എന്ന് ചർച്ച എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മുടെ ദർസിലൊക്കെ പോയി വെക്കണമെങ്കിൽ ഒരുപാട് നേരെ കുട്ടിയൊക്കെ പണി എന്താ അറിയോ, ഈ ഹയൂല സൂറത്താണ് മൈബദി. ഇതിപ്പോൾ നമ്മളെ കിതാബ് മൈബദി, ഈ മൈബദി കിതാബിൽ കണ്ടോ ഫസ്ലും ഫി ഇസ്ബാത്തിൽ ഹയൂല, ഹയൂലനെ സ്ഥിരപ്പെടുത്തുന്നതിൽ ഫസ്ൽ. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഹയൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇസ്ലാമിൻ്റെ അക്കീദക്ക് ഒക്കണ ആദർശ ആശയങ്ങളല്ല ഇതിൽ പറയുന്നത്. ഇത് ഓതി കൊടുക്കണ മൂല്യന്മാരെന്ത് പറയുന്ന അറിയോ, ആദ്യം ഈ കിതാബ് പറഞ്ഞ് സ്ഥിരപ്പെടുത്തണം, ഇപ്പോൾ ഹയൂല ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തണം. എന്നിട്ട് പിന്നെ ഇസ്ലാമിൻ്റെ ആശയത്തിനെതിരേക്കാരോ, എന്നിട്ട് രണ്ടാം റൗണ്ടിന് ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത് ഇങ്ങനെ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അതിനെ ഗണ്ണിക്കണം. ഇതിലേക്ക് വരുമ്പോഴുള്ള സ്വഭാവം എന്ന് വെച്ചാൽ ചിലപ്പോൾ ചില ഉസ്താദ്മാരെ ഗണ്ണനം ശിഷ്യന്മാർക്ക് റെഡി ആയി തോന്നൂല, ഓല ആദ്യം മനോട്ട് തന്നെ നിൽക്കും. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് പറയാം അല്ലല്ല എന്ന് പഠിപ്പിക്കുക, കുറേ തെളിവ് പറഞ്ഞിട്ട്, പിന്നെ അല്ല ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ചില കുട്ടികൾക്ക് ആദ്യം പറഞ്ഞാണ് ശരി, ഇങ്ങനത്തെ അവസ്ഥയിൽ അത് വേണം. അപ്പോൾ ആദ്യത്തെ ഉസ്താദ്മാർ ഇത് സ്ഥിരപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ കണ്ടില്ലേ സുയൂത്തിമാവും ബാഗുമാഫി ഖൗലി ബിൽ ഹയൂല അല്ലദീ ഹുവ കുഫ്റുൻ, കണ്ടോ കുഫ്രിയത്തുള്ള ഹയൂല എന്നുള്ള ചർച്ചകളാണ് അതിൽ പലതിലുള്ളത്. യജുറു ഇലൽ ഫൽസഫത്തി വസ്സന്തക, നിരീശ്വരവാദത്തിൽ കുട്ടികളെ കൊണ്ടുപോകും. അപ്പോൾ ഈ മൈബദി ഒക്കെ ഓതുന്ന ഈ മൈബദിയിലുള്ള ഈ ഹയൂലിനെ കുറിച്ചാണ് ഇപ്പോൾ ഈ പറയുന്നത്, ഇത്തരം വിഷയങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. വലൈസലഹു സമറത്തുൻ ദീനിയത്തുൻ അസില ബൽ വല ദുന്യവിയത്തുൻ, ദീനിയും ദുന്യവിയായിട്ട് ഒരു ഫലം അതുകൊണ്ടില്ല. എന്നിട്ട് പിന്നെ നസ്സാല മജ്മൂഇ മാ ദക്കർതു അയിമ്മത്തുദ്ദീൻ വ ഉലമാഉ ശരിയ, ഷാഫി ഇമാം, അതുപോലെ ഇമാമുൽ ഹറമൈനി, ഗസാലി ഇമാം ഫി ആഖിരി അംരി, ഗസാലി ഇമാം ആദ്യകാലത്ത് കുറച്ച് കെട്ടിമറിഞ്ഞു കൂടിയാണ്, പിന്നെ മടങ്ങി മടങ്ങി. ഇപ്പം നമ്മൾ ഉസ്താദ് കാപ്പുസ്താദ് അങ്ങനെ ആദ്യകാലം ഈ ഫന്നെ നല്ല ചിലവാക്കിനി. പക്ഷെ നമ്മളൊക്കെ പൊട്ടത്തിലെത്തുന്ന സമയത്ത് ഉസ്താദ് തീരെ ദിമലില്ല. എല്ലാവരും പറയും കാപ്പും ഉസ്താദ് ഉമറുൽ ഫലക്കി, അതേമാതിരി തന്നെ മന്ദിക്കി എന്നൊക്കെ. നമ്മൾ ഉസ്താദ് ആ ചർച്ച ചോദിച്ചാൽ ഉസ്താദ് എന്താക്കുന്നറിയോ, പിന്നെ മുണ്ടാക്കും. ഇതിൻ്റെ കുറേ കാലം ഞാൻ പാഴാക്കി എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉസ്താദ് ഓതി തരണ്ട, ഞാൻ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് വിഷയം ചോദിക്കട്ടെ, ഉസ്താദ് മറുപടി പറയുമെന്ന് ചോദിച്ചു. കാരണം ഉസ്താദിൽ ഭയങ്കര മാഹിറ നമുക്ക് കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല. ഉസ്താദ് സംസാരം നിർത്തും.
അതിനെക്കുറിച്ച് ഒന്നും പറയില്ല. എനിക്കാണെങ്കിൽ എന്തും ഒരക്ഷരം അവസാനം എന്നോട് പറഞ്ഞ് കുട്ടിക്ക് അത്രയും താല്പര്യം ഉണ്ടെങ്കിൽ അന്ന് എൻ്റെ അടുത്ത് നിന്ന് നന്നായി ഓതിയൊരു ഉസ്താദുണ്ട് എടപ്പാൾ കാലടി ഭാഗത്ത്, മൂപ്പരത്ത് പോയാൽ മതിയായിരുന്നു. അപ്പോൾ ഞാൻ ഉസ്താദ് എന്തായിരിക്കും ഇതിൽ പറയുന്നത്, എന്തായിരിക്കും ഉസ്താദിൻ്റെ ചർച്ചകൾ ശൈലി, ഇതൊക്കെ മനസ്സിലാക്കാം. ഒരു 4-3 ദിവസം ആ ഉസ്താദിൻ്റെ ദർസിൽ പോയി ഒരു 2 മണിക്കൂറൊക്കെ ഇരുന്ന് ഞങ്ങൾ അങ്ങനെ. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താ, പക്ഷെ ഉസ്താദിൽ നിന്നും റുജുവായി മടങ്ങി. കാപ്പുസ്താദ് തീരെ തുറന്നില്ല. എന്നാൽ മതി വസാലിമാമ ആദ്യകാലം നല്ല ഇതിലുണ്ട്. അതാ സുയൂത്തിമാം പറഞ്ഞത്, വല വസാലിയു ഫി ആഹിരി അംരിഹി വബിനുസ്സലാം വബിനു അബ്ദുസ്സലാം വഅബൂ ഷാമ വന്നവവിയു, നബിമാമും ഇവരൊക്കെ ഇതിനെതിരായി സംസാരിച്ചവരാണ്. അപ്പം ഫൽസഫ കലർന്ന മന്ദിക്കിനാണ് ഓരോ എതിർത്ത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റൂല. ആ ഫൽസഫി അതിലുള്ള ഹയൂല വരെ ഇമാം സുയൂത്തി എടുത്ത് പറയുന്നുണ്ട്. അതാണ് ഇപ്പൊ ഈ മന്ദിക്കാരൻ കിതാബിൽ ഇവർ പഠിപ്പിക്കുന്നത്. ഇതിനാണ് സമയം കഴിയുന്നത്. അപ്പൊ എവിടെ പിന്നെ ഇവർക്ക്? അപ്പൊ തനിച്ചഞ്ഞ് നോക്കി നിങ്ങൾ ഇതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞപ്പോൾ നമ്മളെ മഹ്ദൂം തന്നെ ഫത്മീന മുസന്നിഫ് മൂപ്പർക്ക് ചെറിയ റിസാല, അതിൽ പിന്നെ എന്താണ് ഈ ഇസ്തിൻജായിനൊക്കെ പറ്റി പറയുന്നത്, ഹുലാസത്തുൽ ലംഹത്തിൻ നദർ ഫി ആദാബിൽ ഇസ്തിൻജായി ബിൽ മാഇ വൽ ഹജർ, വെള്ളം കൊണ്ടും കല്ലുകൊണ്ടൊക്കെ മനോഹരം ചെയ്യണതിൻ്റെ ആദാബ് പറയുന്ന ഒരു കിതാബ്, ചെറിയ റിസാല. അതിൽ ബഹുമാനപ്പെട്ടവർ പറയാം, തംബീഹുൻ കാലൽ ഇമാമുൽ മുജദ്ദിദു അൽ ഹാഫിദു സുയൂത്തി, കണ്ടോ സുയൂത്തിമാൻ ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, യഹില്ലുൽ ഇസ്തിൻജാഉ ബി കുത്തുബിൽ മന്ദിഖി, മന്ദിക്കിൻ്റെ കിതാബുകൾ, മന്ദിക്കിൻ്റെ ടെസ്റ്റ് അതിൻ്റെ പേജ് കൊണ്ട് ഇസ്തിൻജാവ് പറ്റും. വയുന്തബു സജിദത്തു ശുക്രി ഇൻദ റുയത്തിഹി, മന്ദിക്കുമായി ഇങ്ങനെ കെട്ടിമാറണം മൂല്യാരെ കണ്ടാ പഠിച്ചോനെ ഇന്നേലും അള്ള പെടുത്തിയില്ലല്ലോ എന്നുള്ള നിലക്ക് സുജൂദ് ശുക്രിന്റെ സുന്നത്താണ്. വലാ യസിഹു ബൈഉ കുതുബിഹി, അവിടെ അതിന് കിതാബിന് വിൽപ്പന ശരിയില്ല. വലാ ഇജാറത്തുഹ വ യജിബു ഇത്തിലാഫുഹ, കണ്ടോ കീറി തീയിട്ട് നശിപ്പിക്കണം എന്നാ അത്ര ഗൗരവമായിട്ടാണ് പറയുന്നത്. വൽ ഇൻകാറു അലാ മുസ്തഖിലിൻ ബിഹ, ആ മൂല്യാർ ആ കാര്യത്തിൽ നിഷേധിക്കണത് ശരിയില്ല. വൈകുന്ന അന്നഹുലായക്ക് പോലും പറഞ്ഞാൽ കേൾക്കൂല എന്ന് തോന്നിയാലും ശരി പറഞ്ഞു കൊടുക്കണം. ഇത്രയും ഗൗരവമാണ് പറയണത്. നമ്മുടെ നാട്ടിലുണ്ടല്ലോ കുട്ടികൾക്ക് വേൾഡ് കപ്പും മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ വലിയ ഇതൊക്കെ മൂല്യമാരൊക്കെ ഇങ്ങനെ മിമ്പർന്ന് വെള്ളറിയാണ് മക്കളെ അപ്പിടി ഇപ്പിടിന്ന്. അതിനേക്കാൾ വലിയ അപകടം പിടിച്ച കളിയാണ് ഇപ്പോൾ ഈ പള്ളിയിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ മന്ദിക്കിന്റെ ഏടാകൂടം കളി, ഈ ഹയൂരിയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇതിനാണ് പോലും അംബേസ് നോക്കി വ യഹ്റുമു സഫറുൽ തഅല്ലുമിഹി, അതിന് വേണ്ടി പഠനത്തിന് വേണ്ടി യാത്ര ഹറാമാണ്. വ യന്തഫി സവാബു സൗമി ബി ഖിറാഅത്തിഹി, നോമ്പ് നോറ്റിണ്ട് ഈ കിതാബ് ഓതിയോ, ഒരാൾ നോമ്പ് നോറ്റിരുന്നിട്ട് മൈബത്തിന് തീർച്ചെടുത്ത കഴിഞ്ഞ കഥ. കൽ ഈബത്തി, ഈബത്ത് പറഞ്ഞാൽ എന്താ, നോമ്പ് ആന്തരികമായി നോമ്പ് പറഞ്ഞല്ലോ, നോമ്പിന്റെ നാശാണ്. അങ്ങനെ പോന്നിട്ട് അതിൽ കാണാം വ അഫ്തൻ നവവിയു അബിനു സലാഹ്, ഇമാം നവവിയും ഇബ്നു സലാഹ് എന്നൊരു ഫത്വ നൽകി, ബി ഇഖ്റാജിൽ മുസ്തഖീന ബിൽ മന്ദിഖി മിനൽ മദാരിസി, മന്ദിക്ക് ദർശനത്തുണ്ടോ, ഈ അണ്ടോണ സുബൈർ സക്കാഫി മന്ദിക്ക് ദർശനത്തുണ്ടോ, ഓന ദർശനം പിരിച്ചുവിടണമെന്നാണ് ഇമാം നവവിന്റെ ഫത്വ. മൈബ് ദർശനത്തുണ്ടോ, അത്രയും ഗൗരവത്തിൽ പറഞ്ഞതാണ്. ഇതിപ്പോ ഞാൻ വെറുതെ ഉണ്ടാക്കിയ വയജൂദു തൻജീസുഹു, അതിന് നജസാക്കാൻ നജസ് കോരാനും പറ്റും, അതിനെ പമ്പേസ് കയറണേ അതിന്റെ ആധുനിക അർത്ഥം. ഇപ്പൊ നമ്മളെ ഇതിപ്പോ ഒരു പേപ്പർ ഉദാഹരണം, ഇതിപ്പോ ഏതാ, ഇത് സിറാജ് തന്നെ, മൈതാനാണ്, കളിയാണ് വേൾഡ് കപ്പ് ഫ്ലക്സ് ഒക്കെ അല്ലേ കുഴപ്പമുള്ളൂ. ഈ പേജ് ഇതെല്ലാം ഇപ്പം നമ്മളവിടെ എന്തോ പല്ലി കാസ്റ്റ് ഉണ്ട്, അതിൽ ചെറിയ കുട്ടികൾ കാഷ്ടിച്ചു ദുർക്കും ഓരോ ആരോ എന്തോ ബഹളം പറയും. ഇത്രയും സ്ഥാനമല്ലേ ഇതിൽ. ഇതിപ്പോൾ കളി കണ്ടാലും അവിടെ മെസ്സി ഗോളടിച്ച് 2 ഗോളടിച്ച്, അല്ലെങ്കിൽ മറ്റവനവിടെ വീണ് നെയ്മർ അങ്ങട്ടായി ഇങ്ങട്ടായി എന്നാലും ഉണ്ടാവുള്ളൂ. ഇതോട് വേറെ സംഭവിക്കുന്നില്ല. ഈ ഹയൂല സൂറത്ത് പഠിച്ച് നിരീശ്വരവാദത്തേക്ക് പോകുന്നുള്ളതാണ്. അപ്പോൾ ഇതിനേക്കാൾ അപകടമാണ് എന്ന്. അപ്പോൾ ഈ പേജിൻ്റെ അത്രയും കൂടി സ്ഥാനമല്ല ഇതിൻ്റെ ഈ പേജിന്. ഇതാണ് ഇമാമിങ്ങൾ പറയുന്നത്. അപ്പോൾ അതൊക്കെ അതിനൊന്നും രക്ഷപ്പെടാൻ പറ്റൂല. അപ്പോൾ അത്രയും കറക്റ്റായിട്ട് ഇമാമിങ്ങൾ പറഞ്ഞ വിഷയമാണ്. എന്തിനാ ഇതിൽ വാശി? അപ്പോൾ അതിലൊരു മാലാബുദ്ധയായിട്ട് ഈ ഫൽസഫയൊന്നും ഇല്ലാത്ത, ഇപ്പം നമ്മളെ തെഹദീബ്, ഷറഫ് തെഹദീബിൻ്റെ മൊത്തത്തിൽ തെഹദീബ് അങ്ങനെയുള്ളതിലുണ്ട് ഒരു മാലാബുദ്ധ, അത് നടത്തിക്കൂടെ നമ്മളൊന്നും പറയുന്നില്ല. പക്ഷേ തസൂഫിൻ്റെ കിതാബ് ബാക്കിക്കാക്കി, ഹദീസിൻ്റെ ഫന്നിന് പരിഗണന കുറച്ച്, ഫിഖഹിൻ്റെ വിഷയത്തിൽ ഒക്കെ ഔട്ടാ. ഇപ്പം നമ്മളെ ഈ നാട്ടിലെ പുത്തൻവാദികൾ ഓലി മന്ദിക്കിന് ഇത്ത ഓതുന്നില്ല. ഓലായിട്ട് സംവാദം നടത്തുമ്പോൾ ഓൽക്കുന്നിട്ടൊന്നും പറയാൻ കഴിയുന്നില്ലേ? ഈ ഇടമുട്ടത്തും മറ്റിടത്തൊക്കെ ഇപ്പൊ ഇതക്കരിയ സ്വലായിക്കുന്നില്ലല്ലോ. ഒരു മന്ദിക്കിന് ഇത്താ ഓതാതെ വരുന്നത്. എന്നിട്ട് ഓലെ മുമ്പിൽ ഇപ്പൊ വലിയ ഓതിയ ആൾക്കാർ പന്തിയായത് പല കൊടുത്തു, ഒന്നും ആയിട്ടില്ല. അതേ സമയത്തോ ഓല് ഹദീസിന്റെ ഫന്നുകൾ ധാരാളം കീപ്പിട്ട് പോയി പഠിക്കണം. നമ്മളെ കുട്ടികൾ അതൊരു പേരിന് അതിന്റെ സ്ഥാനത്ത് ഇതിന്റെ ഓരോ സംഭവങ്ങൾ. പിന്നെ നമ്മൾ പറഞ്ഞില്ല, ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കിതാബ് മുല്ലാ ഹസൻ, സമസ്ത തന്നെ ഫത്വ പാസ്സാക്കി മുല്ലാ ഹസൻ ദർസിൽ പറ്റൂല, ഒഴിവാക്കണം. കാരണം അതിന്റെ തുടക്കത്തിൽ ഈ ചർച്ച അങ്ങനെ പറഞ്ഞു പോന്നിട്ട് സൂഫിയത്തിന്റെ മദ്ഹബ് എന്നൊക്കെ പറഞ്ഞ പെച്ച ആശയം പഠിപ്പിക്കുകയാണ്. ഷംസുലമ പറഞ്ഞു അവന്റെ കിതാബ് ഒഴിവാക്കണം.
അങ്ങനെ പറഞ്ഞു എന്നാ. അപ്പൊ സമസ്തന്ന് ഇത് സമസ്തന്റെ വാസാക്കിയാണിത്. പക്ഷെ അവിടെ സമസ്തക്ക് എന്തില്ല, സ്ഥാനമില്ല. അത് ശരി, അവിടെ സമസ്തക്ക് എന്തില്ല, സ്ഥാനമില്ല. പിന്നെ ഒരു വേറെ വിഷയമുണ്ട്. സമസ്ത എന്ന് പ്രമേയം പാസ്സാക്കിയാൽ ഓക്കെ സൈനുദ്ദീൻ കുട്ടിമൂലി ഇപ്പൊ ഇഹ്യാസുന്നേലി അശ്വനുസ്താഖ് പറയും ഇത് തന്നെയാണ് കൂടുതൽ അവിടെ ഉണ്ടാകുക. കാരണം എന്താ പറയുക, അന്ന് ഓക്കെ സൈനുദ്ദീൻ കുട്ടിമൂലി സമസ്തക്കൊക്കെ എതിരാണ്. അവൻ സമസ്തന്റെ പ്രമേയം മൂപ്പർക്ക് നോക്കേണ്ടിയില്ല. അത് സജീവാണ്. അപ്പൊ അശ്വനുസ്താഖ് പറയല്ലേ അവിടുത്തെ ഉസ്താദ് നന്നായിട്ട് അറിയല്ലേ അവിടുത്തെ കഥകൾ. വെറുതെ കാലം കഴിക്കുക. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ വെറുതെ ഈ തർക്കം ഇങ്ങനെ മൂക്കും. എന്ത് പറഞ്ഞാലും ഇത് പഠിച്ചവർക്ക് ഇങ്ങനെ വെറുതെ മൂല്യന്മാർക്ക് ഒരു തർക്ക സ്വഭാവം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവില്ല. തർക്കശാസ്ത്രമാണ്. തർക്കശാസ്ത്രം പറഞ്ഞാൽ ഒരാൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടി തർക്കിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ അഡ്വക്കേറ്റ് വക്കീലന്മാരും മറ്റവരൊക്കെ ഇപ്പൊ ഇങ്ങനത്തെ പഠിക്കും. ബുദ്ധിയുള്ളവനോ അതിൽ നിന്ന് സ്വയം അത് പലതും ഉണ്ടാവും ചെയ്യും. അല്ലാത്തൊരു എന്ത് കുന്തം പഠിച്ചിട്ടുള്ള ബുദ്ധിയും കൂടി മന്ദഗതിയിലാവും. അതുണ്ടാകുക. ഇപ്പൊ മുമ്പ് ഞങ്ങൾ ഒരിക്കൽ തിരൂര് ഭാഗത്ത് കൂടെ പോവാ. നമ്മളെ ദിവസം പഠിച്ചൊരു മൂല്യർ തന്നെ. അയാൾ ഇതിൽ കുറച്ച് റഹബത്ത് കൂടുതലുള്ള ആളാ. ഇയാളോട് എന്ത് പറഞ്ഞാലും ഇയാൾ തർക്കിക്കും. എന്ത് ഒരു വർത്തമാനം പറഞ്ഞാൽ മറുത്ത് പറയും. അപ്പോൾ ആ ഒരു തിരൂര് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് ഒരു സാധുവിടെ കച്ചവടം നടത്തുന്നു. ഏതെടുത്താലും ഓരോ കവറിലുണ്ട്. ഈ കവറിന്ന് ഏതെടുത്താലും 20 അല്ല പിന്നെ 20 റുപ്യ. അങ്ങനെ അയാൾ കച്ചവടം നടത്തി കിട്ടുന്ന പൈസ ഒരു കവറിലായിട്ട്. അപ്പൊ ഇയാള് അതിനെടുത്താലും 20 മതിയോ, അതിനൊരു 100 എടുത്തിട്ട് ഇനി 20 വന്നാൽ മതിയോ. ഇതാണ് പൊനവന്തിക്ക് ഇങ്ങനത്തെ ഒരു ഇത്. ആ തർക്കം കൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവര് മഹാന്മാരുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ വലിയ എന്തൊരു മഹാനെ കുറിച്ച് കേട്ടാലും അവിടെ തർക്കം. അതാണ് മഹാന്മാർ ഇതിനെ ചവിട്ടി താഴ്ത്തിയത്. അപ്പൊ ആ പൊന്നാനി മഹദൂമിയങ്ങൾ പറഞ്ഞതാണ്. അതിന് ഒരു വലിയ ബഹളം വെക്കേണ്ടിയില്ല, അതൊക്കെയുള്ള വിഷയമല്ലേ. അപ്പൊ ഇത് കിതാബിലുള്ളതാണ്. അപ്പൊ ഇനി ഫൽസഫ കലർന്ന വന്തിക്കാണ് അല്ലാത്തതാണ് എന്നിട്ട് രസമല്ല. ഫൽസഫന്റെ വിഷയമാണ് സുയുത്തിമാമിന്റെ കറക്റ്റ് പറഞ്ഞ ഹയൂല. അതാണ് ഈ സാധനത്തിലുള്ളത്. അപ്പൊ അതാണ് അതിന്റെ വസ്തുത. ഇനി വേണമെങ്കിൽ കൂടുതൽ വീണ്ടും നമുക്ക് എന്താക്കാം വിഷയങ്ങൾ പഠിപ്പിക്കേണ്ടി ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ പറയും ഈ പേപ്പറിന്റെ പേജിന്റെ സ്ഥാനം കൂടി അതിനില്ല, ഇതിലില്ലാന്നാണ് നമ്മൾ ഈ പറയുന്നത്. കറക്റ്റാണ്, ആർക്കും മനസ്സിലായി. ഇത് കിതാബ് എന്നൊക്കെ പറഞ്ഞാണ്ട് നമ്മൾ വലുതാക്കുമ്പോൾ ആൾക്കാരനുസരിച്ച് വേറെ സംഭവം തോന്നുന്നുണ്ടോ? ഒന്നുമില്ല. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്.